കേന്ദ്ര ഗവൺമെൻറ്റിലേക്ക് നല്ല ജോലികളിൽ എത്തിപ്പെടുവാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗങ്ങളിലൊന്ന് SSC CGL പരീക്ഷയിലൂടെ പ്രിപ്പറേഷൻ നേരത്തെ തുടങ്ങി ശരിയായ രീതിയിൽ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോയി SSC CGL ക്ലിയർ ചെയ്ത് നിങ്ങളുടെ സ്വപ്ന ജോലി പിടിച്ചെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ SSC CGLൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഒരുപാട് വേക്കൻസികളുണ്ട്. പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ട സമയമാണ്. ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. SSCയുടെ പരീക്ഷയ്ക്ക് Tier 1, Tier 2 എന്നിങ്ങനെ 2 ഘട്ടങ്ങളുണ്ട്. ഈ 2 ഘട്ടങ്ങളിലും പ്രധാനമായി വരുന്ന പഠന വിഷയങ്ങൾ ഇംഗ്ലീഷ്, മാത്സ്, റീസണിങ് ആൻഡ് ജനറൽ ഇൻ്റലിജൻസ്, പിന്നെ ജനറൽ നോളജ് അല്ലെങ്കിൽ ജനറൽ അവയർനെസ് എന്നീ ഭാഗങ്ങളാണ്. ഇതെല്ലാം ഒരു സാധാരണ മനുഷ്യന് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. മാത്തമാറ്റിക്സ് ഒട്ടും പഠിക്കാത്ത ഒരാൾ മറ്റേതെങ്കിലും ഒരു ഡിഗ്രി കഴിഞ്ഞ BSc ഫിസിക്സോ കെമിസ്ട്രിയോ ബോട്ടണിയോ സുവോളജിയോ അങ്ങനെ ഏത് ഡിഗ്രി അല്ലെ BA ഇക്കണോമിക്സ്, ഹിസ്റ്ററി, എന്ത് വേണമെങ്കിലും ഇംഗ്ലീഷ്, ഏത് ഡിഗ്രി കഴിഞ്ഞ ഒരാൾക്ക് അപേക്ഷിക്കാൻ ക്വാളിഫിക്കേഷൻ ഉണ്ട്. അവർക്ക് അപേക്ഷിക്കാം. അപേക്ഷിച്ച് കഴിഞ്ഞാൽ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിനൊരു സിലബസ് പറയുന്നുണ്ടെങ്കിൽ ആ സിലബസ് മാത്രം വെച്ചുകൊണ്ട് പഠിക്കാൻ പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കി ഈ സിലബസ് കൊണ്ട് എന്താണ് SSC ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് വെച്ചുകൊണ്ടാണ് പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ മാത്സിൽ പ്രധാനമായും ക്വാണ്ടിറ്റേറ്റീവ് എന്ന് നമ്മൾ വിളിക്കുന്ന അരിത്തമെറ്റിക്കൽ അബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഭാഗങ്ങളും പിന്നെ തിയറിറ്റിക്കൽ മാത്സിൻ്റെ ട്രിഗ്നോമെട്രി, ജിയോമെട്രി, ഓൾജിബ്ര തുടങ്ങിയത് ചേർന്ന 2 ഭാഗങ്ങൾ, 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒന്നിച്ച് വരുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ ഗ്രാമർ പാർട്ടും അതുപോലെ തന്നെ വൊക്കാബുലറി ആൻഡ് യൂസേജ് പാർട്ടും വരുന്നുണ്ട്. ജനറൽ നോളജിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഹിസ്റ്ററി, ജിയോഗ്രഫി, പോളിറ്റി, അതുപോലെ കുറച്ച് വേൾഡ് ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം തന്നെ, സയൻസ്, ജനറൽ സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, സയൻസ് ആൻഡ് ടെക്നോളജി, ഇതെല്ലാം വരുന്നുണ്ട്. ഇതിനെല്ലാം തന്നെ വളരെ സന്തോഷത്തോടു കൂടി ഒരു വിന്നിങ് സ്ട്രാറ്റജി വെച്ചുകൊണ്ട് പ്രിപ്പയർ ചെയ്താൽ നമുക്ക് പിടിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. റീസണിങ് സാധാരണഗതിയിൽ നമ്മളുടെ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണ് SSCയിൽ വരുന്നത്. അപ്പോൾ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ, ഒരു മെത്തഡോളജിയോട് കൂടി നിങ്ങൾ നിരന്തരമായി അധ്വാനിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അതിനുള്ള വിന്നിങ് സ്ട്രാറ്റജി നിങ്ങൾക്ക് തരാൻ എനിക്ക് സാധിക്കും. നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെങ്കിൽ ഇതിൽ പോസ്റ്റ് ചെയ്താൽ മതി. പിന്നെ സാധാരണഗതിയിൽ പൊതുവെ ആൾക്കാർ പറഞ്ഞ് ഈ മേഖലയിൽ നിന്ന് ഏറ്റവും മികച്ച കുറേ ബ്രെയിനുകൾ മാറ്റി നിർത്തുന്നുണ്ട്. അതായത് മാത്സ് പഠിക്കാത്തവർക്ക്, മാത്സിൽ ജീനിയസ് അല്ലാത്തവർക്ക് ഇത് സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ വിശ്വസിക്കുന്ന കുറേ ആൾക്കാർ ഈ മേഖലയിലുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പഠിച്ചെടുക്കാൻ തയ്യാറാണെങ്കിൽ ഇതിൻ്റെ വേണ്ട എല്ലാ വിദ്യകളും ബേസ് മുതൽ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുമല്ലോ. 10ാം ക്ലാസ്സുകാരന് പഠിക്കാൻ പറ്റിയ കണക്ക് ഇപ്പോൾ നമുക്ക് 10ാം ക്ലാസ്സുകാരന് പഠിക്കുന്നതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് 10ാം ക്ലാസ് മുതലുള്ളത് വേണമെങ്കിലും പഠിച്ചു തുടങ്ങാവുന്നതേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് വരണം. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും തന്നെ ഇംഗ്ലീഷ് വായനയുടെ ഒരു ശീലം ഇപ്പോഴേ ആരംഭിക്കണം. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ. ഐ സജസ്റ്റ് ദ ഹിന്ദു ന്യൂസ് പേപ്പർ ഫോർ ദിസ് വൺ. അപ്പോൾ ശരിയായ രീതിയിൽ ഒരു മനസ്സൊരുക്കത്തോടു കൂടി വന്നു കഴിഞ്ഞാൽ വലിയ ജാടൊന്നുമില്ലാതെ നിങ്ങൾക്കിത് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാൻ ഞങ്ങൾക്ക് സാധിക്കും. യു കമൻറ്റ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യാം. ഓക്കെ. അവസരം നഷ്ടപ്പെടുത്തരുത്.